ഇതിന്റെ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. അത് ചുരുങ്ങിയത് ഒരു 10 മുതൽ 15 വരെയുള്ള വീട്. ഇന്ന് ഇവിടെ ഈ പഠനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയാണ് ഇവിടെ കിട്ടുന്ന അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഗ്രൂപ്പ് ചർച്ച ഒരു പോസ്റ്റിനെയാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ട് ഈ പഠന പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രസ്ഥാനത്തിനും കൂടി വനിതാരംഗത്ത് ഒട്ടേറെ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം നിങ്ങൾക്കെല്ലാം വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. പരിചയമുള്ള അഴീക്കോടൻ രാഘവന്റെ എക്സാക്ട് അഴീക്കോടി ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് ഡോക്ടർ ആനന്ദിയാണ്. ഞാൻ നേരത്തെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വരെയും നമ്മൾ ചെയ്യുന്ന ലൈബ്രറി കൗൺസിലിന് വേണ്ടി ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതിന്റെ എല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കവിയൂർ, വനിതാ പ്രവർത്തകർ, കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഇവിടെ എത്തിച്ചതിനുണ്ട്. ഒരു നല്ല തുടക്കമാണ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നിങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. കാരണം പലരും നടത്തുന്ന പഠനങ്ങളും ശ്രമങ്ങളും മാറ്റങ്ങളെ കുറിച്ച് വളരെ സജീവമായ ചർച്ചകൾ സംഘടിപ്പിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവയും അഹന്തയും നിറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഇതാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നല്ല രീതിയിലേക്കാണ് ഈ മാറ്റം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. പലരും കൃഷി അതാ തെങ്ങിൽ കയറുന്നു അല്ലേ, വളരെ സന്തോഷകരമാണ്. അത് മാത്രമല്ല ലതേ അതാ സാഹിയാണ്, അതേ പ്രതിപക്ഷ നേതാവ് സ്ത്രീയാണ്. അങ്ങനെ സ്ത്രീകൾ ഉന്നത പദവിയിൽ സ്ത്രീകൾ ഒരുപാട് മാറിക്കഴിഞ്ഞു, ഒരുപാട് വളർന്നു കഴിഞ്ഞു. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ മുന്നിലുള്ള നമുക്ക് ആശാവകമായിട്ടുള്ള ചില നക്ഷത്രങ്ങൾ മാത്രമാണ്. അവരെ കണ്ട് അല്ലെങ്കിൽ അവരെ പോലെയാകാൻ, അവരിലേക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. അല്ലാതെ നമ്മളോട് ചിലർ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഇനിയൊന്നും ആവശ്യമില്ല. കാരണം 50% സംവരണം ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിലപ്പുറം ഈ സ്ത്രീ സമൂഹത്തിൽ എന്താണ് ലഭിക്കേണ്ടത്? 52%, 50-ൽ നിൽക്കുന്നില്ല, 50-ലധികം ആളുകൾ ഭരണാധികാരികളായി കഴിഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാം നമുക്ക് വേണം. ഇതിനും അപ്പുറത്തേക്ക് ചിലരൊക്കെ ഇപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്നത് നമുക്കെല്ലാമായി, സ്ത്രീകൾക്കെല്ലാമായി എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ധരിക്കേണ്ട, നമുക്കെല്ലാമായി. കാരണം ചിലപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കാം, എന്തായിരിക്കും എന്താ പ്രശ്നം? എനിക്ക് എൻ്റെ വീട്ടിൽ പോവാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമുക്ക്. പക്ഷെ ആ സ്വാതന്ത്ര്യങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ ഒരിക്കലും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും സ്വീകരിക്കുമ്പോഴേ എന്നോട് അന്വേഷിച്ച് പറഞ്ഞു, ഇവരെന്താ കയ്യൊന്നും അമർത്തി അടിക്കാതെ അല്ലേ, ഒന്ന് അമർത്തി അടിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ, കാറോടിക്കാനും തെങ്ങിൽ കയറാനും ഭരണാധികാരികളാകാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നു, നമുക്കൊന്ന് കൈ വീശി പൊതുനിരത്തിലൂടെ തല ഉയർത്തി ഒരാളുടെ മുഖത്ത് നോക്കി ഒന്ന് വേഗത്തിൽ നടക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിക്ക് അനുവാദം ഉണ്ടോ എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഉറക്കിയൊന്ന് വീട്ടിന്റെ മുറിയിലിരുന്ന് പോലും ചിരിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിക്ക് അധികാരമില്ല. സ്വന്തമായിട്ട് ഒരു ഇണയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്നും പെണ്ണുകാണൽ മാത്രമാണ് നടക്കുന്നത്, ആണ് കാണാൻ ഒരിടത്തും നടക്കുന്നില്ല അല്ലേ. ഒരു കൈവീശി നടക്കാൻ വേണ്ടി, പൊട്ടിച്ചിരിക്കാൻ വേണ്ടി, ഒന്ന് അമർത്തി കൈയടിക്കാൻ വേണ്ടി പോലും നമുക്ക് കഴിയാതിരിക്കുമ്പോൾ എവിടെയാണ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം. പക്ഷെ നമ്മള് ഇത് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ട മറ്റൊരു കാര്യം, എങ്കിലും നമ്മൾ ഒരുപാട് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ നമ്മുടെ സ്ത്രീ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഒരു പക്ഷം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വനിതാ വേദിയുടെ കൂട്ടായ്മ. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സമൂഹത്തിന്റെ ഉന്നത രംഗത്തേക്ക് കൈപിടിച്ചുയർത്താൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഭരണകൂടം തയ്യാറാക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് 50% സംവരണത്തിൽ സ്ത്രീകൾ മത്സരിക്കട്ടെ, അവർ അധികാരത്തിൽ വരട്ടെ എന്നുള്ള തീരുമാനം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. ഇന്ന് നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ ഞാൻ പിന്നീട് ഒരു മാസിക വായിച്ചപ്പോൾ അതിൽ മനസ്സിലാക്കുന്നത് ഇന്നും പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും ചില സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗ്രാമങ്ങളിൽ മറ്റു സംസ്കാര കേന്ദ്രങ്ങൾക്ക് പറഞ്ഞ് അഡ്മിഷൻ നൽകുക. ആ അഡ്മിഷൻ നൽകി അവരുടെ വിഷയം അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെ നമ്മുടെ സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മാത്രം മതിയില്ല, ഈ നാടിന്റെ കട്ടമ്മയും അമ്മയും മാത്രമായിരുന്നാൽ മതി എന്ന് പറയുന്ന മറ്റൊരു തലപ്പുറം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാം ആയി എന്ന് ഒരിക്കലും നമ്മളിപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സാരിയും നല്ല സൗകര്യമുള്ള